IAS ഫാക്ടറിൻ്റെ ഈ കോണ്ടെക്സ്റ്റ് എപ്പിസോഡ് ഇത് വളരെ സ്പെഷ്യലായിട്ടൊരു എപ്പിസോഡും കൂടാണ്. ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു ടോപ്പിക്ക് മാത്രമല്ല, ഇതങ്ങനെ കറണ്ട് അഫയേഴ്സായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്ക് മാത്രമല്ല, ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ടോപ്പിക്കാണ്. നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ന് എനിക്ക് തോന്നിയൊരു വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ഇതിന് പ്രത്യേകത ഒരുപാടുണ്ട്, ഇതിനെ സ്പെഷ്യലാക്കുന്ന ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ആരും പൊതുവെ അങ്ങനെ ചർച്ച ചെയ്യാത്ത അല്ലെങ്കിൽ കേൾക്കാത്തൊരു കഥയാണ് ഇന്നിതിൽ ചർച്ച ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ കഥയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ഒരാൾ നമ്മൾ IAS ഫാക്ടർ തുടങ്ങിയ സമയത്ത് നമ്മളൊരു വീഡിയോ പണ്ട് ഇംഗ്ലീഷ് ചെയ്തിരുന്നു. അതിൻ്റെ പേര് ബീച്ച് ക്രാഫ്റ്റ് ഇൻസിഡൻ്റ് ആണ്. അതുതന്നെയാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട ഒരു ആൾ അതിൽ കമൻറ്റ് ചെയ്യുകയും അങ്ങനെ ഞാൻ ഈ വീഡിയോ രണ്ടാമത് ഇപ്പോൾ ഒന്നുകൂടെ മലയാളത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സസ്പെൻസ് മാറ്റി നിർത്തി എന്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് പറയാം. ഇന്ത്യ പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും അതിന് ക്രിക്കറ്റ് മാച്ച് ആണെങ്കിലും ഓപ്പറേഷൻ സിന്ദൂറോ യുദ്ധമാണെങ്കിലും നമ്മളെല്ലാവരും ഇവിടെ കളത്തിന് പുറത്തിരുന്നു കൊണ്ട് നോക്കുമ്പോൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്ന ഒരു സംഭവമാണ്. പല ആൾക്കാർക്കും ഒരു പേടിയാണ്. കാരണം യുദ്ധമുണ്ടാകുമോ, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ക്രിക്കറ്റ് മാച്ച് പോലെ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കും, ഇന്ത്യ എന്ത് ചെയ്തു, പാകിസ്ഥാൻ എന്ത് ചെയ്തു. പക്ഷേ റിയലായിട്ട് അതിന് അകത്ത്, ആ റിങ്ങിനകത്ത് നിൽക്കുന്ന സോൾജേഴ്സും ആർമി ഡിഫൻസ് ഫോഴ്സസിനാണ് അതിന് ശരിക്കുമുള്ള സംഭവം നമ്മൾ മനസ്സിലാവുക. അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിൽ അല്ലെങ്കിൽ ഡിഫൻസിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു കഥയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് ബീച്ച് ക്രാഫ്റ്റ് ഇൻസിഡൻറ്റ്. 1965 ഇന്ത്യ പാകിസ്ഥാൻ്റെ വാർ നടക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാലഘട്ടത്തിൽ വളരെ ചെറിയൊരു സംഭവം വളരെ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നാമെങ്കിലും ഒരു ഇന്ത്യൻ എയർക്രാഫ്റ്റ് അന്നത്തെ പ്രധാനപ്പെട്ട ബൽവന്ത് റായ് മെഹ്ത എന്ന് പറയുന്ന ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ, പഞ്ചായത്ത് രാജിൻ്റെ ആർക്കിടെക്ട് എന്നറിയപ്പെടുന്ന അദ്ദേഹം സഞ്ചരിച്ചിരുന്ന ഒരു എയർക്രാഫ്റ്റ് അറിയാതെ ഗുജറാത്ത് ഏരിയയിലാണ്, റൺ ഓഫ് കച്ച് ഏരിയയിൽ അറിയാതെ പാകിസ്ഥാനി ടെറിട്ടറിയിലേക്ക് കടന്നു. അവിടെ നിന്നും ഇതൊരു പാകിസ്ഥാനി പൈലറ്റ് ഈ പ്ലെയിൻ ഷൂട്ട് ചെയ്ത് താഴെയിട്ടു. ഇത് യുദ്ധത്തിലിടയ്ക്ക് സംഭവിക്കുന്നതല്ലേ. പക്ഷേ ഈ ഷൂട്ട് ചെയ്ത സമയത്ത് ഈ പ്ലെയിൻ മൊത്തത്തിൽ തകർന്നു പോയി. ഇതൊരു സിവിലിയൻ എയർക്രാഫ്റ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം അത് ഷൂട്ട് ചെയ്തത്. വർഷങ്ങൾ കഴിഞ്ഞു, 1965 കഴിഞ്ഞു, ഈ പ്ലെയിൻ ക്രാഷ് കഴിഞ്ഞു, എല്ലാവരും ഇത് ഒരു സംഭവമായിട്ട് അതങ്ങ് മറന്നുപോയി. 2011 കഴിഞ്ഞപ്പോൾ ഇത് ഷൂട്ട് ചെയ്ത പൈലറ്റ് ക്വേസ് ഹുസൈൻ എന്ന് പറയുന്ന അന്നത്തെ സ്ക്വാഡ്രൺ ലീഡറായിരുന്ന, പാകിസ്ഥാൻ എയർഫോഴ്സിൻ്റെ സ്ക്വാഡ്രൺ ലീഡറായിരുന്ന അദ്ദേഹം ഈ ഷൂട്ട് ചെയ്ത പൈലറ്റിൻ്റെ മകൾക്ക് ഇത്രയും വർഷം കഴിഞ്ഞ് 2011 മാപ്പ് അല്ലെങ്കിൽ ഫോർഗീവ്നെസ് സീക്ക് ചെയ്തുകൊണ്ടുള്ളൊരു കത്ത് എഴുതി, എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളുടെ അച്ഛനെ അന്ന് കൊല്ലേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായി എന്ന് പറയുന്ന ഒരു സംഭവം. മോള് വളരെ ഇതായിട്ട് തന്നെ അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ആ കാലഘട്ടത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് അദ്ദേഹത്തിന് ഫോർഗീവ്നെസ് കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൽ ഒരു പൈലറ്റായിരുന്ന ജഹാംഗീർ എഞ്ചിനീയർ എന്ന് പറയുന്ന, ജാങ്കോ എഞ്ചിനീയർ എന്ന് വിളിക്കുന്ന, സെക്കൻഡ് വേൾഡ് വാറിൽ വളരെ ഫേമസ് ആയിട്ടുള്ള പൈലറ്റാണ്. അദ്ദേഹത്തിൻ്റെ മകളായ മിസ്സസ് ഫരീദ സിംഗ് ആണ് മാപ്പ് കൊടുത്തത് ഇത്രയും വർഷത്തിന് ശേഷം. എത്ര പേര് അറിഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. ഇതേ പ്ലെയിൻ്റെ രണ്ടാമത്തെ കോ പൈലറ്റായ റേഡിയോ ഓഫീസർ ആയിരുന്ന ഡിക്കോസ്റ്റ എന്ന് പറയുന്ന ഒരു പൈലറ്റും കൂടെ മരിച്ചു. പക്ഷേ അവരുടെ മകൾ പേഴ്സി ഡിക്കോസ്റ്റയാണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ താഴെ കമൻ്റ് ഉണ്ട്. ഞാൻ ആ കമൻറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ വേണമെങ്കിൽ കാണാം. ഒരു കാരണവശാലും ഞാൻ ക്വേസ് ഹുസൈന് മാപ്പ് കൊടുക്കില്ല. ഞാൻ എടുത്ത വീഡിയോയുടെ എന്നെ താഴെ പറഞ്ഞതാണ്, നിങ്ങളുടെ വീട്ടിൽ ഇതേപോലത്തെ ഒരു വലിയ സംഭവം നടക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ വേദന മനസ്സിലാവുള്ളൂ. അദ്ദേഹത്തിന് പ്രായമായി, മരിക്കാൻ പോവുകയാണ്, അദ്ദേഹത്തിന് മാപ്പ് ചോദിക്കാം, ആ കാലഘട്ടമായി, പക്ഷേ അയാൾക്ക് മാപ്പില്ല എന്ന് പറയുന്ന വളരെ ഒരു ടച്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഞാൻ ആദ്യം ഒരു കമൻറ്റ് കണ്ടു, പിന്നീട് ഇവരായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ഒരു കഥ നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത് തന്നെയാണ് ബീച്ച് ക്രാഫ്റ്റ് ഇൻസിഡൻറ്റ്. ഈ കഥ ഞാൻ നിങ്ങളോട് ഉണ്ടായ സംഭവങ്ങളെല്ലാം വെച്ച് ഒരു ഇംപ്രിൻറ്റ് പോലെ നിങ്ങൾക്ക് ഞാനത് ഷെയർ ചെയ്യാം. സോ ലെറ്റ്സ് ഡിസ്കസ് ബീച്ച് ക്രാഫ്റ്റ് ഇൻസിഡൻറ്റ് ഓഫ് 1965, IAS ഫാക്ടറിൻ്റെ IAS കോണ്ടെക്സ്റ്റ്. ആൻഡ് ഐ എം അർജുൻ ആർ ശങ്കർ. സോ ഏകദേശം നിങ്ങൾക്ക് കഥയുടെ ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സംഭവം എന്ന് പറയുമ്പോൾ നമ്മളിത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ ചരിത്രം 1965 കാലഘട്ടം, നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ വാറും എപ്പോഴും നമ്മൾ ഇന്ന് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് കണ്ട ഒരു പ്രിപ്പറേഷൻ ഉണ്ടല്ലോ, നമുക്ക് ചിലപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ നമുക്ക് ആ ഫീൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ
നിങ്ങളൊരു നോർത്ത് ഇന്ത്യൻ സിറ്റിയിലോ അതായത് വെസ്റ്റേൺ അതായത് ഗുജറാത്തിലോ പഞ്ചാബിലോ ജലന്ധറിലോ ആ സ്ഥലത്തൊക്കെ നമുക്ക് കശ്മീരൊക്കെ പോയി കഴിയുമ്പോൾ അവിടുത്തെ ആൾക്കാർ അനുഭവിച്ച കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഏകദേശം അതേ ഒരു കാലഘട്ടമാണ് 1965 സമയം. ഇന്ത്യ പാകിസ്ഥാനും അന്ന് പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ജിബ്രാൾട്ടർ, പാകിസ്ഥാൻ പ്രധാനപ്പെട്ട ഒരു മിഷൻ നയിച്ച ഓപ്പറേഷൻ ജിബ്രാൾട്ടർ, അതായത് കശ്മീരിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്തത് പാകിസ്ഥാനികളായിട്ടുള്ള ടെററിസ്റ്റുകളെയെല്ലാം ഇന്ത്യയിലേക്ക് കശ്മീരി റെസിഡൻസ് ആയിട്ട് ഇവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാരായിട്ട് ഇവർ ഇൻഫിൽട്രേറ്റ് ചെയ്തു നുഴഞ്ഞു കയറി ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുന്നതാണ്. അങ്ങനെ വലിയൊരു പ്രശ്നം നടക്കുന്ന ഒരു സമയം, എപ്പോഴും ബോർഡേഴ്സും എല്ലാം ഹൈ അലേർട്ട് നിൽക്കുന്ന ഒരു സമയമാണ് 1965 ആ കാലഘട്ടം. അപ്പോൾ കശ്മീരും പഞ്ചാബും ഏരിയയും അലേർട്ടാണെങ്കിൽ പോലും ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ സംഭവിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ അലേർട്ട് ഉള്ളപ്പോൾ തന്നെ ഇന്ത്യയുടെ കോസ്റ്റ് പാകിസ്ഥാനായിട്ട് ആ നമ്മുടെ ബോർഡർ ഷെയർ ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം ഹൈ അലേർട്ടിലാണ്. ഗുജറാത്തും സ്വാഭാവികമായിട്ടും വളരെ ഹൈ അലേർട്ടാണ്. അതിൽ ഗുജറാത്തിനെ ഫ്ലാഷ് പോയിന്റ് ആയിട്ടാണ് വിളിച്ചിരുന്നത്. എന്തും സംഭവിക്കാവുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഇത്രയും ഒരു അവസ്ഥ നിൽക്കുന്ന സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും ഇത്രയും ഒരു വാർ സിറ്റുവേഷനിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യ പാകിസ്ഥാൻ്റെ അറ്റാക്ക് നടക്കും. പാകിസ്ഥാൻ ഇന്ത്യൻ എയർഫോഴ്സ് ബേസുകളിലും നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സ് ബേസുകളിലും നേവൽ ബേസുകളിലും അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പെട്ടെന്ന് ഇറ്റ്സ് കോൾഡ് ഒരു ലൈറ്റ്നിങ് റെയ്ഡ് നടത്തി അവർ തിരിച്ചു പോകും. അപ്പോൾ ദ്വാരക ഗുജറാത്തിലുള്ള സ്ഥലം തന്നെയാണ്. ഇവിടെ ഒരു നേവൽ റെയ്ഡ് നടന്നു. ഇവിടുത്തെ നമ്മുടെ റേഡിയോ സ്റ്റേഷനായിരുന്ന റേഡിയോ ടവറും കാര്യങ്ങളുള്ള ഏരിയ എല്ലാം പാകിസ്ഥാനി നേവൽ പവർ, അവരുടെ നേവി വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്തു. ഒരു ഫ്ലോട്ടില്ല എന്ന് പറയുന്ന ഒരു ഫ്ലോട്ടില്ല വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്തു. മാസീവ് കാഷ്വാലിറ്റീസ് ഒന്നും സംഭവിച്ചില്ല, പക്ഷെ അതൊരു വലിയ അറ്റാക്കാണ്. ഇത്തരം അറ്റാക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്ന സമയത്ത് അന്നത്തെ ഗുജറാത്ത് ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ബൽവന്ത് റായ് മെഹ്ത്ത, വളരെയധികം സീനിയർ ആയിട്ടുള്ളൊരു കോൺഗ്രസ് ലീഡറാണ്. അദ്ദേഹം ഒരു ഫ്രീഡം ഫൈറ്ററാണ്. നമ്മൾ പഞ്ചായത്തി രാജ്, നമ്മളിന്ന് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഒക്കെ പറയുന്നു, പഞ്ചായത്തി രാജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സിവിൽ സർവീസിനൊക്കെ പഠിപ്പിക്കുന്ന പ്രധാന ഒരു ഏരിയയും കൂടാണ് പഞ്ചായത്തി രാജ് ആക്ട്. ദി ആർക്കിടെക്ട് ഓഫ് പഞ്ചായത്തി രാജ് എന്ന് പറയുന്ന ബൽവന്ത് റായ് മെഹ്ത്ത ട്രാവൽ ചെയ്യുന്ന എയർക്രാഫ്റ്റാണ്. അദ്ദേഹം ഈ സ്ഥലത്തേക്ക് പോയി വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കി. അതിനുവേണ്ടി ഒരു സിവിലിയൻ എയർക്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ബൽവന്ത് ഈ എയർക്രാഫ്റ്റിൽ ഈ ഇതിന് എന്തുകൊണ്ടാണ് ഈ ബീച്ച് ക്രാഫ്റ്റ് ഇൻസിഡൻറ്റ് എന്ന് പറയാൻ കാരണം, ബീച്ച് ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്ലെയിനാണ്, ഒരു പ്ലെയിൻ്റെ മോഡലാണ്. ഒരു ട്വിൻ എഞ്ചിനായ ലൈറ്റ് എയർക്രാഫ്റ്റ് ആണ്. രണ്ടാം ലോകമഹായുദ്ധത്തിനൊക്കെ മുന്നേ ഒരു 1930s മുതൽ 1960 വരെയൊക്കെ എല്ലാവരും ഉപയോഗിച്ചിരുന്ന ഒരു എയർക്രാഫ്റ്റാണ് ബീച്ച് ക്രാഫ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. ആ ഒരു മോഡലാണ് ഇവിടെ ഇവർ ഉപയോഗിച്ചിരുന്ന പ്ലെയിൻ, ഗുജറാത്ത് ഗവൺമെൻറ് ഉപയോഗിച്ചിരുന്ന പ്ലെയിൻ. ഇതിനെ പൈലറ്റ് ചെയ്യാൻ വിളിച്ച നമ്മുടെ പ്രധാനപ്പെട്ട പൈലറ്റാണ് ജഹാംഗീർ മെർവൻ എഞ്ചിനീയർ എന്ന് പറയുന്ന, അദ്ദേഹത്തിന് ജാങ്കോ എഞ്ചിനീയർ എന്ന് വിളിക്കും. ഇന്ത്യൻ എയർഫോഴ്സിലെ ഫൈറ്റർ പൈലറ്റ് ആയിരുന്ന, സ്ക്വാഡ്രൺ ലീഡർ ആയിരുന്നു അദ്ദേഹം. സെക്കൻഡ് വേൾഡ് വാറിലെ ദ മോസ്റ്റ് കവീറ്റഡ് സെലിബ്രേറ്റഡ് പൈലറ്റും കൂടാണ് ജാങ്കോ എഞ്ചിനീയർ. അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. കൂടെ ബൽവന്ത് റായ് മെഹ്ത്തയുടെ വൈഫ് ഉണ്ടായിരുന്നു. അതേപോലെ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. ഫ്രാൻസിസ് പെരേര എന്ന് പറയുന്ന ഒരു PA ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുജറാത്ത് സമാചാർ എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ KP ഷാ എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരാളും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഥൊറാട്ട് എന്ന് പറയുന്ന ഒരു മെക്കാനിക് ഉണ്ടായിരുന്നു. അപ്പോൾ മൊത്തം 8 പേരെയും കൊണ്ടാണ് ഈ പ്ലെയിൻ പോകുന്നത്. ജഹാംഗീർ എഞ്ചിനീയറിൻ്റെ കൂടെ പൈലറ്റ് ആയിരുന്ന, റേഡിയോ ഓഫീസർ ആയിരുന്ന AM ഡിക്കോസ്റ്റ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിൻ്റെ മകളാണ് ഈ വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും കൂടെയാണ് ഈ ഒരു മിഷൻ, ഇതൊരു VIP മിഷനാണ്. ചെറിയൊരു പ്രോഗ്രാമിന് വേണ്ടി പോയതാണ്. ഇവർ റൺ ഓഫ് കച്ച് ഏരിയയിലേക്ക് പോയി. അഹമ്മദാബാദിൽ നിന്ന് ഫ്ലൈ ചെയ്ത് മിഥാപൂർ എന്ന് പറയുന്ന ഓൾമോസ്റ്റ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൻ്റെ അടുത്തുള്ള സ്ഥലമാണ്. അവിടേക്ക് പോയ സമയത്ത് നല്ല ക്ലൈമാറ്റിക് ഇഷ്യൂ കൊണ്ടാണോ എപ്പോഴും നാവിഗേഷൻ ഇവരുടെ കയ്യിൽ നിന്ന്, ഇത്രയും സീനിയർ പൈലറ്റായിട്ട് പോലും ഇവർ വെസ്റ്റേൺ ഇതിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ഇവർക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റിയില്ല, ആ കറക്റ്റ് സ്ഥലം നാവിഗേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓൾമോസ്റ്റ് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറാണ്. അപ്പോൾ ആ ബോർഡറിൻ്റെ സൈഡിലൂടെ ഇവരുടെ വിമാനം അപ്പ് ആൻഡ് ഡൗൺ പോലെ ഇങ്ങനെ വഴി കണ്ടുപിടിക്കാൻ പറ്റാതെ പുള്ളി ക്ലൈംബ് ചെയ്യും, ഡിസെൻഡ് ചെയ്യും, പതുക്കെ പോവും, താഴെ വരും. ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് പാകിസ്ഥാനി റഡാറിൽ, ഞാൻ നേരത്തെ പറഞ്ഞു പാകിസ്ഥാൻ ഗ്രൗണ്ട് ഇൻ്റർസെപ്ഷനിൽ, ദ ഗ്രൗണ്ട് ഇൻ്റർസെപ്ഷൻ സെൻറ്ററിൽ അവരിതൊരു അൺയൂഷ്വൽ ആക്ടിവിറ്റി ആയിട്ടാണ് കണ്ടത്. കാരണം ബീച്ച് ക്രാഫ്റ്റ് മോഡലാണോ, ഇതൊരു മിലിറ്ററി എയർക്രാഫ്റ്റ് ആണോ? അപ്പോൾ പാകിസ്ഥാനി ബോർഡറിലേക്ക് ഇങ്ങനെ പാകിസ്ഥാനി എയർ സ്പേസിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നാണെങ്കിൽ അവർ വാൺ ചെയ്യും. കാലഘട്ടം അറ്റാക്കിൻ്റെ കാലഘട്ടമാണ്. ഏത് ഫ്ലൈറ്റും എങ്ങനെ ഇന്ത്യയെ പരാജയപ്പെടുത്താമെന്ന് ചിന്തിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവരിത് ഇൻ്റർസെപ്റ്റ് ചെയ്തു. ഒരു ഇന്ത്യൻ എയർലൈൻ ആണ്, ഒരു മിലിറ്ററി എയർലൈൻ ആണെന്ന് തെറ്റിദ്ധരിച്ച് ഇമ്മീഡിയറ്റ്ലി അവരുടെ കറാച്ചിയുടെ അടുത്തുള്ള ബേസിൽ നിന്ന്, പാകിസ്ഥാനി എയർഫോഴ്സിൻ്റെ ബേസിൽ നിന്ന് എയർക്രാഫ്റ്റ് സ്ക്രാമ്പിൾ ചെയ്തു. നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തു എന്നാണ് പറയുക. സ്ക്രാമ്പിൾ ദി എയർക്രാഫ്റ്റ്.
2 പൈലറ്റുകൾ, അന്നത്തെ ഫ്ലൈയിങ് ഓഫീസർ ആയിരുന്ന ഫ്ലൈറ്റ് ലെഫ്റ്റനൻ്റ് ആയിരുന്ന ബുഖാരി എന്ന് പറഞ്ഞൊരു ഓഫീസറും അന്നത്തെ സ്ക്വാഡ്രൺ ലീഡർ, നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കഥാപാത്രം ക്വേസ് ഹുസൈൻ എന്ന് പറയുന്ന പാകിസ്ഥാനി എയർഫോഴ്സിൻ്റെ സ്ക്വാഡ്രൺ ലീഡർ. 25 വയസ്സേ ഉള്ളൂ അദ്ദേഹത്തിന്, വളരെ ചെറുപ്പമാണ്. ഇവർ രണ്ടുപേരും ജെറ്റ്സ് സ്ക്രാമ്പിൾ ചെയ്തു. അവരുടെ സേബർ ജെറ്റ് F-86 പാകിസ്ഥാൻ്റെ സേബർ ജെറ്റാണ്. അവരത് മുകളിലേക്ക് സ്ക്രാമ്പിൾ ചെയ്തു. പക്ഷേ ഫ്ലൈറ്റ് ലെഫ്റ്റനൻറ്റ് ബുഖാരിയുടെ എയർക്രാഫ്റ്റിന് ഒരു ചെറിയ പ്രോബ്ലം വന്നു. അദ്ദേഹം അബോർട്ട് ചെയ്തു. ഈ അബോർട്ടഡ്. ബാക്കി ഇദ്ദേഹം ക്വാസ് ഹുസൈൻ ഒരുപാട് ദൂരം സഞ്ചരിച്ചു, ഏകദേശം ഇവിടെ എത്തി. അദ്ദേഹം ഒരു എക്സ്പീരിയൻസ്ഡ് സ്ക്വാഡ്രൺ ലീഡർ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി, കാരണം ഇതൊരു ബീച്ച് എയർക്രാഫ്റ്റ് ആണെങ്കിലും ഇതിന് ലൈസൻസ് ഉണ്ട്. ഗുജറാത്തിൻ്റെ നമ്പർ പ്ലേറ്റിൽ ഇതിൽ VT എന്ന്, ഇതൊരു സിവിലിയൻ എയർക്രാഫ്റ്റ് ആണെന്ന് വളരെ കൃത്യമായി ആ എയർക്രാഫ്റ്റിൽ കാണാൻ പറ്റും. അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതൊരു ട്വിൻ എഞ്ചിൻ എയർക്രാഫ്റ്റ് ആണ്. ഇതിന് 4 വിൻഡോസ് ഉണ്ട്, ഒരു 2 ടെയിലുണ്ട്. അപ്പോൾ ഒരു സിവിലിയൻ എയർക്രാഫ്റ്റ് ആണ്, ഇതൊരു മിലിറ്ററി എയർക്രാഫ്റ്റ് അല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം കണക്ട് ചെയ്തു, ബേസിലേക്ക് മെസ്സേജ് കൊടുത്തു ദാറ്റ് ഇതൊരു സിവിലിയൻ എയർക്രാഫ്റ്റ് ആണ്, ഇതിന് വേറെ പ്രശ്നമൊന്നുമില്ല. അവർ വഴി തെറ്റി അവർ തിരിച്ചു പോവുകയാണ്, പൈലറ്റ് തിരിച്ചു പോവുകയാണ്. ആൻഡ് അവിടെയാണ് പ്രധാനമായിട്ടും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ഓഫ് മേഴ്സി. അവിടെയാണ് ജാങ്കോ ജഹാംഗീർ പൈലറ്റും നമ്മുടെ ഡിക്കോസ്റ്റയും അവർ മേഴ്സി സീക്ക് ചെയ്തു. കാരണം ഫൈറ്റർ പൈലറ്റ് വന്നെന്ന് മനസ്സിലായപ്പോൾ അവർ ഞങ്ങൾ വാറിനോ യുദ്ധത്തിനോ വന്നതല്ല എന്നുള്ളൊരു മെസ്സേജ് പാസ് ചെയ്തു. അവർ റോക്കിംഗ് വിങ്സ് ആണ് ചെയ്തത്. ഇതൊരു ഇൻ്റർനാഷണൽ ലാംഗ്വേജിൽ നമ്മൾ വാഗിങ് ദ വിങ്സ് എന്ന് പറയും. കാരണം വിങ്സ് വാഗിങ് എന്ന് പറയുമ്പോൾ മേഴ്സി, ഞങ്ങൾക്ക് മേഴ്സി ഓൺ അസ്, അതായത് ഞങ്ങളൊന്നും ചെയ്യരുത്. കാരണം ഈ റോക്കിംഗ് വിങ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അവർ പറഞ്ഞു ദാറ്റ് വി ആർ എ സിവിലിയൻ എയർക്രാഫ്റ്റ്, വി ആർ എ ന്യൂട്രൽ എയർക്രാഫ്റ്റ്, പ്ലീസ് സ്പെയർ അസ്, പ്ലീസ് ഡോണ്ട് അറ്റാക്ക് അസ്. ഈ മെസ്സേജുകൾ പോകുന്നുണ്ട്. ക്വേസ് ഹുസൈന് മനസ്സിലായി ഇത്, അവർ മെസ്സേജ് പറഞ്ഞു തിരിച്ചു പോവാണ്. അപ്പോൾ ക്വേസ് ഹുസൈൻ്റെ പ്രധാനപ്പെട്ട മെസ്സേജ് പാകിസ്ഥാനി ഗ്രൗണ്ട് ഇൻ്റർസെപ്ഷനിൽ പറയുന്നുണ്ട്, ദിറ്റ് ഇസ് എ സിവിലിയൻ എയർക്രാഫ്റ്റ്. ദേ ആർ വാഗിങ് ദെയർ ടെയിൽസ് എന്നാണ് അവർ പറയുന്നത്. അവർ പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ഇൻ്റർസെപ്ഷൻ യൂണിറ്റിൽ നിന്ന് കിട്ടിയ മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഷൂട്ട് ചെയ്തിടാൻ വേണ്ടിയാണ്. സോ ക്വേസ് ഹുസൈൻ ഒരു യങ് പാകിസ്ഥാനി പൈലറ്റിനെ സംബന്ധിച്ചോളം ഇതൊരു ത്രെറ്റും ഇല്ല, അവർ തിരിച്ച് ഇന്ത്യയിലേക്ക് പോവുകയാണ്. അതേസമയം പാകിസ്ഥാനി പൈലറ്റും ഗുജറാത്തിൻ്റെ എയർ സ്പേസിലേക്ക് കയറി മേക്ക് ഷുവർ അവർ എന്ന് വെച്ചാൽ ഇന്ത്യൻ എയർക്രാഫ്റ്റ് പ്രശ്നം ഉണ്ടാക്കുന്നില്ലെന്ന് അറിയാൻ വേണ്ടി. പക്ഷേ ഇദ്ദേഹത്തിന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇദ്ദേഹത്തിന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം തിരിച്ചു പോകുന്ന ഒരു ത്രെറ്റ് പോലും തരാത്തൊരു പൈലറ്റ് പ്ലെയിനിനെ എങ്ങനെ നമ്മൾ ഇടിച്ചിടും. പക്ഷേ അവിടെ നിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ഓർഡർ വന്നു. കാരണം ഇവരുടെ സേബർ ജെറ്റിൽ ഇവർ ഫൈറ്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത ജെറ്റ് സ്ക്രാമ്പിൾ ചെയ്ത് ഇതിനെ ഷൂട്ട് ചെയ്തിടും. ക്വേസ് ഹുസൈൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഓർഡർ അംഗീകരിക്കാൻ നല്ലാതെ. ഇന്ത്യൻ ജെറ്റ്, നമ്മുടെ ജാങ്കോ ജഹാംഗീറിൻ്റെ ജെറ്റ് തിരിച്ചു പറക്കുന്ന സമയത്ത് ഇദ്ദേഹം പ്ലെയിനിൻ്റെ ലെഫ്റ്റ് വിങ്ങിൽ ഫയർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ സേബർ ജെറ്റിലെ .50 കാലിബർ ഗണ്ണ് ഫയർ ചെയ്തു. ആദ്യത്തെ ടെയിലിൽ ഹിറ്റ് ചെയ്തപ്പോൾ തന്നെ പ്ലെയിനിൻ്റെ ബാലൻസ് പോയി. പിന്നീട് രണ്ടാമത്തെ ഹെവി ഫയറിങ് അടുത്ത വിങ്ങിലേക്ക് കൊടുത്തപ്പോഴേക്കും ഈ പ്ലെയിൻ, ബീച്ച് ക്രാഫ്റ്റ് എന്ന് പറയുന്ന പ്ലെയിൻ മിഡ് എയറിൽ ബ്ലാസ്റ്റ് ചെയ്തു, താഴേക്ക് വീണു, എല്ലാവരും മരിച്ചു. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ക്വേസ് ഹുസൈന് ആ ബട്ടൺ ഞെക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഈ കഥ കഴിയുമ്പോൾ നിങ്ങൾ പറയണം ഇത് ഒരു നല്ല ഇതെന്താ പറയുക, ഇതൊരു ഹ്യൂമാനിറ്റിയുടെ കഥയാണോ അതോ എന്താണ്, ഇത് എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പക്ഷെ അദ്ദേഹം ഷൂട്ട് ചെയ്തിട്ടു, അദ്ദേഹത്തിൻ്റെ ഫ്യൂല് ലോ ആയി, അദ്ദേഹത്തിന് തിരിച്ചു പോകേണ്ടി വന്നു. കാരണം ഇമ്മീഡിയറ്റ്ലി ഗ്രൗണ്ട് ഇൻ്റർസെപ്ഷൻ്റെ ഒരു മെസ്സേജ്, അദ്ദേഹത്തിൻ്റെ വിങ്മാൻ മെസ്സേജ് അയച്ചു. ജാംനഗർ എയർബേസ് എന്ന് ഈ ഒരു സംഭവം അറിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി അന്നത്തെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വാമ്പയർ ജെറ്റ്സ് ഇന്ത്യൻ ഫൈറ്റർ പൈലറ്റ്സ് ഏത് നിമിഷവും ഇവിടെ എത്തും. സോ അതുകൊണ്ട് അദ്ദേഹം ഇമ്മീഡിയറ്റ്ലി പാകിസ്ഥാനി ബേസിലേക്ക് തിരിച്ചുപോയി. പിന്നീട് വന്ന വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ആണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ഗുജറാത്ത് ചീഫ് മിനിസ്റ്ററായ ബൽവന്ത് റായ് മെഹ്തയും ടീമും ഈ ഒരു ഫ്ലൈറ്റ് ക്രാഷിൽ മരിച്ചു. ഹീ ഈസ് ദ ഫസ്റ്റ്, അതായത് ബൽവന്ത് റായ് മെഹ്തയാണ് ഫസ്റ്റ് സിറ്റിംഗ് ചീഫ് മിനിസ്റ്റർ, ഒരു സ്റ്റേറ്റിലെ പ്രധാന ചീഫ് മിനിസ്റ്റർ. നമ്മുടെ എനിമി രാജ്യം വെടിവെച്ചിട്ട് അല്ലെങ്കിൽ എനിമി രാജ്യത്താൽ മരിച്ച ഒരേ ഒരു ചീഫ് മിനിസ്റ്റർ ആയിട്ടാണ് ബൽവന്ത് റായ് മെഹ്തയെ കാണുന്നത്. അന്ന് പാർലമെൻറ്റിലും ലാൽ ബഹാദൂർ ശാസ്ത്രി എല്ലാവരും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തെങ്കിലും വലിയൊരു വാർത്തയായില്ല. ഇൻ്റർനാഷണൽ മീഡിയയും ഇതങ്ങനെ റിപ്പോർട്ട് ചെയ്തില്ല. കാരണം ഇന്ത്യ പാകിസ്ഥാൻ ഇടയിൽ ഇതേപോലെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. പക്ഷേ എല്ലാവരും അത് മറന്നുപോയി. ആ എയർക്രാഫ്റ്റിൽ പേഴ്സി ഡിക്കോസ്റ്റായി മെസ്സേജ് അയച്ച പോലെ തന്നെ മരിച്ചവർക്ക് മാത്രം അവരുടെ വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടു. വർഷങ്ങൾക്കിപ്പുറം 2011 ഇദ്ദേഹം പബ്ലിക്കായി, അന്നത്തെ ഒരു പ്രധാനപ്പെട്ട 1965 ആർമിയുടെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇൻസിഡൻറ്റ് വന്നപ്പോൾ അദ്ദേഹം ജഹാംഗീർ എഞ്ചിനീയറുടെ മകൾക്ക് ഫരീദ സിംഗിന് ഒരു കത്ത് എഴുതി, എനിക്ക് മാപ്പ് തരണം, അത് അന്ന് ഒരു ലൈൻ ഓഫ് ഡ്യൂട്ടിയിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല,
പക്ഷേ ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് എനിക്ക് ഷൂട്ട് ഡൗൺ ചെയ്യേണ്ടി വന്നു എന്ന് പറയുന്ന ഒരു വലിയൊരു അപ്പോളജി ലെറ്റർ മകൾക്ക് അയച്ചു കൊടുത്തു. അത് ടച്ചിങ് ആണോ അതോ പേഴ്സി ഡിക്കോസ്റ്റ ഈ മെസ്സേജ് പറഞ്ഞ പോലെ അദ്ദേഹം മരിക്കാൻ പോവുകയാണ്, അപ്പോൾ അദ്ദേഹത്തിന് മാപ്പ് ആവശ്യമുണ്ടെന്ന് പറയുന്ന പോലെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരുപാട് അന്നത്തെ നാഷണൽ മീഡിയ മൊത്തം ഇതിനെ ഒരു ബിയോണ്ട് ബോർഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഹ്യൂമാനിറ്റേറിയൻ ജസ്റ്ററായിട്ട് ഇതിനെ വ്യാഖ്യാനിച്ചു. ഇതിനെക്കുറിച്ച് ആർട്ടിക്കിളുകൾ വന്നു. രസകരമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഞാനിവിടെ വായിക്കാം. വി ആർ ഓൾ പോൺസ് ഇൻ ദിസ് ടെറിബിൾ ഗെയിം ഓഫ് വാർ. ഇത് മകൾ എഴുതി അയച്ചതാണ്. അദ്ദേഹം മിസ്സസ് ഫരീദ സിംഗ് ക്വയസ് ഹുസൈന് മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. കാരണം അതിൽ എഴുതിയിട്ടുണ്ട്, വി ഹാവ് നോ ബിറ്റർ ഫീലിങ്സ് ഫോർ യു, കാരണം യു ആർ ഡൂയിങ് യുവർ ഡ്യൂട്ടി. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി, നിങ്ങളുടെ കടമ ചെയ്തു. ലൈൻ ഓഫ് ഡ്യൂട്ടിയാണ്, വാർ ലൈനാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ മുന്നിൽ വന്ന എയർക്രാഫ്റ്റ് നിങ്ങളത് ഫൈറ്റ് ചെയ്തു. നിങ്ങൾ ഓർഡർ പാലിച്ചു, നിങ്ങളുടെ ഇൻസ്ട്രക്ഷൻ നിങ്ങൾ കേട്ടു. ഇത്രയും വർഷത്തിനപ്പുറത്തേക്ക് വി ഡോണ്ട് ഹാവ് എനി ബിറ്റർ ഫീലിങ്സ് എന്നാണ് അവിടെ എഴുതി വെച്ചത്. ഞങ്ങളെല്ലാം ഇതെല്ലാം യുദ്ധത്തിൽ സംഭവിക്കുന്ന കാര്യമല്ലേ എന്നുള്ള രീതിയിൽ ഇതൊരു നല്ല ജസ്റ്ററായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിച്ചു. പക്ഷേ പേഴ്സി ഡിക്കോസ്റ്റ, AM ഡിക്കോസ്റ്റയുടെ പൈലറ്റിൻ്റെ മകൾ വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ കമൻറ്റ് തന്നെ നിങ്ങൾക്ക് ഒന്നുകൂടെ വായിക്കാവുന്നതാണ്. ഒരു കാരണവശാലും അദ്ദേഹത്തിന് ക്വാസിന് മാപ്പില്ല എന്നുള്ള രീതിയിലാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ ഫീലിങ്സ് ആണ്. നമുക്ക് നഷ്ടപ്പെടുമ്പോഴേ അതിൻ്റെ വേദന അറിയുള്ളൂ എന്നാണ് എന്നോടും ആ വീഡിയോയിൽ എഴുതിയിരിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഇതേപോലെ നഷ്ടപ്പെടുമ്പോഴേ വേദന മനസ്സിലാവുള്ളൂ എന്നുള്ള കമൻറ്റ് ഇതിനകത്തുണ്ട്. പക്ഷെ എന്തായാലും ഇതാണ് ബീച്ച് ക്രാഫ്റ്റ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത്. പിന്നീട് 2011 വിംഗ് കമാൻഡർ ആയിരുന്ന BC റോയ് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. കാരണം അത് അദ്ദേഹത്തിൻ്റെ കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ഇത് യാദൃശ്ചികമായി സംഭവിച്ചതൊന്നുമല്ല. പാകിസ്ഥാൻ എയർഫോഴ്സിന് യുദ്ധത്തിൻ്റെ സമയത്ത് വളരെ കൃത്യമായ ധാരണയുണ്ടായിരുന്നു. അതായത് ബൽവന്ത് റായ് മേത്ത അന്നത്തെ സീനിയർ ലീഡറാണ്. അവിടെ നിന്ന് അഹമ്മദാബാദിൽ നിന്ന് ഫ്ലൈറ്റിൽ പോകുമ്പോൾ പാകിസ്ഥാനി എയർഫോഴ്സ് ഇവരെ മനഃപൂർവ്വം ഡൈവേർട്ട് ചെയ്യിപ്പിച്ച് അവരെ പാകിസ്ഥാനി എയർബേസിലേക്ക് കൊണ്ടുവന്നതാണ്. കാരണം അവർക്ക് ബൽവന്ത് റായ് മെഹത്തേനെ ജീവനോടെ പിടിച്ച് ക്യാപ്ചർ ചെയ്ത് ഹോസ്റ്റേജ് ആക്കി, ഹൈ പ്രൊഫൈൽ ഹോസ്റ്റേജ് ആക്കി വെക്കണം എന്നായിരുന്നു അവരുടെ തീരുമാനം. ഇന്ത്യക്കെതിരെ വിലപേശാൻ, ഇന്ത്യക്കെതിരെ ബാർഗെയിൻ ചെയ്യാൻ. അദ്ദേഹം വിംഗ് കമാൻഡർ ഈ തിയറിയിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം ഇതൊരു യാദൃശ്യമായി നടന്ന സംഭവമേ അല്ല. അത് പറ്റാത്തത് കൊണ്ട് ഇത് അറ്റാക്ക് നടന്നു എന്നാണ് ഇതിൽ പറയപ്പെടുന്നത്. എന്തായാലും രസകരമായ ഒരു കഥ എന്ന് എനിക്ക് തോന്നി. ഇതിനകത്ത് എങ്ങനെയാണ് ഇത് വ്യാഖ്യാനിക്കേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇൻഡോ പാകിസ്ഥാൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ടാണോ അതോ പേഴ്സി ഡിക്കോസ്റ്റ പറയുന്ന പോലെ ഇതിൽ എന്ത് ഫ്രണ്ട്ഷിപ്പ്? നമ്മുടെ പൈലറ്റിനെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടതാണ് ഈ റോക്കിംഗ് വിങ്സ്, അതായത് വാഗ്ലിംഗ് ടെയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ലാംഗ്വേജ് ആണത്. വിങ്സ് വെച്ചിട്ട് ഞങ്ങളെ സ്പെയർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തിട്ടും അവർ അത് ഷൂട്ട് ചെയ്തിട്ടു എന്ന് പറയുന്നതും സങ്കടകരമായ ഒരു കാര്യമാണ്. എന്തായാലും ബീച്ച് ക്രാഫ്റ്റ് ഇൻസിഡൻറ്റ് പേഴ്സി ഡിക്കോസ്റ്റയുടെ മെസ്സേജ് കാരണം ഒന്നും കൂടെ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനും ഇത് ഒരുപാട് ആൾക്കാരിലേക്ക് ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് എത്തിക്കാൻ എനിക്ക് ഇന്ന് സാധിച്ചു. സോ ഇനി അടുത്ത ഒരു എപ്പിസോഡിൽ ഐ വിൽ ആക്ച്വലി സീ ഓൾ ഓഫ് യു. താങ്ക് യു.